cost control techniques. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ അവസാനത്തെ മോഡ്യൂളാണ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. ദാറ്റ് മീൻസ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഇത് വരുന്നത്. നന്നായിട്ട് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങും ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതിൻ്റെ കാര്യങ്ങളാണ്. യൂണിഫോം പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ റൂൾസോ ഇല്ലാത്തതുകൊണ്ട് ഓരോ ഇൻഡസ്ട്രിയിൽ ഓരോ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. മാനേജിങ് ലെവലിൽ മാനേജ്മെൻറ്റ് പർപ്പസിന് വേണ്ടി കോസ്റ്റ് കൺട്രോളിൽ ഉപയോഗിക്കുന്നത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. മെയിനായിട്ട് അതിൽ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് വരുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, അങ്ങനെ കോസ്റ്റിംഗ് ടെക്നിക്സ് കുറേ ഉണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് ഇവിടെ ചെയ്യുന്നത് ഒറ്റ ടെക്നിക്സാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതുപോലെ ബഡ്ജറ്ററി കൺട്രോൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ വരുന്നതാണ് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ശരിക്കും ഫോർ ദ പർപ്പസ് ഓഫ് ഫിക്സിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ബഡ്ജറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ദ ഫ്യൂച്ചർ എന്നാണ് നമ്മൾ ബഡ്ജറ്റിനെ നമ്മൾ പറയാം. അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ വരുന്ന വർഷത്തേക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 4 ബേസിലാണ് ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓൺ ദ ബേസ് ഓഫ് ടൈം, കപ്പാസിറ്റി, കവറേജ് ആൻഡ് ഫംഗ്ഷൻ. On the base of time, short-term budget, long-term budget. On the base of capacity, fixed budget, flexible budget. On the base of coverage, basic budget, current budget. And last, on the base of function or activity, functional budget and master budget. ഇതിൽ ഫങ്ഷണൽ ബഡ്ജറ്റിൽ വരുന്നതാണ് അതിൽ സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, ലേബർ കോസ്റ്റ് ബഡ്ജറ്റ്, ഓവർ ഹെഡ് ബഡ്ജറ്റ്, അതുപോലെ ഫിനാൻസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റ് എല്ലാം ഫങ്ഷണൽ ബഡ്ജറ്റിൽ വരുന്നതാണ്. ഇതിൻ്റെ എല്ലാം കൂടി ചേർന്നതിനെയാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഓബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ എന്നൊക്കെ ഇതിൽ 4 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇതിൻ്റെ പ്രോബ്ലം സൈഡിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് അതിൽ പ്രോബ്ലം ഫോക്കസ് ചെയ്യുന്നത് 4 ടൈപ്പിലുള്ള പ്രോബ്ലംസിലേക്കാണ്. 4 മാർക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ക്യാഷ് ബഡ്ജറ്റും അതിൻ്റെ എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ള മോഡൽ ടൈപ്പ് നമുക്കുണ്ട്. പ്രധാനമായിട്ട് 4 ടൈപ്പുള്ള നമുക്ക് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് തയ്യാറാക്കാൻ ചോദിക്കാം, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കാൻ ചോദിക്കാം, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നൊക്കെ പറയാം, പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, അതുപോലെ ക്യാഷ് ബഡ്ജറ്റ്. ഈ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത് പേരിലുണ്ട് ഹൗ മച്ച് ക്വാണ്ടിറ്റീസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഫോർ എ പീരീഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്സ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക, എത്ര കമ്മോഡിറ്റി, ഇപ്പോൾ 3-4 പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. സെയിൽസ് ഇത്ര ക്വാണ്ടിറ്റി യൂണിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു, അതിൻ്റെ സ്റ്റോക്ക് ഇത്ര യൂണിറ്റ് ക്ലോസിംഗ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഓപ്പണിംഗ് ലെവലിൽ ഇത്ര സ്റ്റോക്ക് യൂണിറ്റ് ഉണ്ട്, ദെൻ ലോസ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിന് പെർസെൻറ്റേജ് തരാം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എസ്റ്റിമേറ്റഡ് സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി ആദ്യം കാണിക്കുന്നു, അതിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഇത്ര യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ദെൻ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത് ഓപ്പൺ സ്റ്റോക്ക് എന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കേണ്ടത് കിട്ടും. അതിൽ ലോസ് ഇൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആ ലോസും കഴിഞ്ഞിട്ട് വേണം അത്ര യൂണിറ്റ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് നെറ്റ് യൂണിറ്റ് കിട്ടാൻ വേണ്ടി എത്ര യൂണിറ്റ് ലോസ് വരുന്നു അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഓപ്പൺ സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ബഡ്ജറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൻ്റെ കൂടെ ലോസ് ഇൻ പ്രൊഡക്ഷൻ ഉണ്ട് അത് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 4% ആണെങ്കിൽ 4% അല്ല 4/96. ദാറ്റ് മീൻസ് 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ 4 യൂണിറ്റ് അതിൽ ലോസ് വരുന്നു. ദാറ്റ് മീൻസ് ആക്ച്വൽ നമുക്ക് കിട്ടുന്നത് 96 യൂണിറ്റാണ്. അപ്പോൾ ആ ബഡ്ജറ്റ് പ്രൊഡക്ഷൻ്റെ കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ നോർമൽ ലോസ് എന്ന് പറയുന്നത് ലോസ് ഇൻ പ്രൊഡക്ഷൻ 4% ആണെങ്കിൽ 4/96, 2%, 2/98 കണ്ടിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ, ടോട്ടൽ യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സാധാരണ ഡിഫറെൻറ്റ് കപ്പാസിറ്റി ലെവലിൽ ചിലപ്പോൾ പറയും ഒരു പ്ലാന്റ് മെഷീനറി 50% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, അതിന് 80%, 100% കപ്പാസിറ്റി വർക്ക് ചെയ്യുമ്പോൾ അതിന് ടോട്ടൽ എത്ര കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, എത്ര കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ റിവൈസ്ഡ് ബഡ്ജറ്റ്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ നേരത്തെ കോസ്റ്റ് ഷീറ്റ് സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് കോസ്റ്റ് ഷീറ്റിന് അതേ ഫോർമാറ്റിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് ഡയറക്റ്റ് കോസ്റ്റ് ആദ്യം കാണിക്കുന്നു, ദെൻ അത് കഴിഞ്ഞാൽ ഓവർ ഹെഡ്സിൽ പ്രൊഡക്ഷൻ വർക്ക്സ് ഓവർ ഹെഡ് കാണിക്കുന്നു, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കാണിക്കുന്നു, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കാണിക്കുന്നു. ഈ ഓവർ ഹെഡ്സിനെ കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡയറക്റ്റ് കോസ്റ്റ് വരെയുള്ളത് 100% വേരിയബിൾ ആണ്. ദാറ്റ് മീൻസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും നമുക്ക് പെർ യൂണിറ്റ് എത്രയാണോ അത് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അത് ഇൻറ്റു ചെയ്തിട്ട് എടുക്കാം. 100% വേരിയബിൾ ആണ്. ഓവർ ഹെഡ്സിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഫിക്സഡ് വേരിയബിൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തത്. ദാറ്റ് മീൻസ് വർക്ക്സ് ഓവർ ഹെഡ് ചെയ്യുമ്പോൾ വർക്ക്സ് ഓവർ ഹെഡിൽ ഫിക്സഡ് ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ്, വേരിയബിൾ ഇത്ര പെർസെൻറ്റേജ് ക്വസ്റ്റിനെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശ്രദ്ധിക്കണം, ഫിക്സഡ് എന്ന് പറയുന്നത് ടോട്ടൽ പീരിയഡിലേക്ക് അത് ഫിക്സഡ് ആണ്, യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് മാറുന്നില്ല. വേരിയബിൾ എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്, ടോട്ടൽ പീരിയഡിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നതാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ സെല്ലിംഗ് അതേപോലെ ചെയ്യുന്നു. ദെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് എത്ര കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നു അതിനാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് വരെ നമ്മൾ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് തന്നെ അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റും ഓവർ ഹെഡ്സുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ദെൻ ക്യാഷ് ബഡ്ജറ്റാണ് അടുത്തൊരു എസ് ടൈപ്പ് എന്ന് പറയുന്നത്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം പീരീഡിലെ ക്യാഷിൻ്റെ റെസീറ്റ്സും പേയ്മെൻറ്റ്സും ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ് എന്നാണ് പറയുക. സോ നമ്മളിനി ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ക്വാർട്ടറിൻ്റെയോ 3 മാസത്തെയോ അല്ലെങ്കിൽ 4 മാസത്തെയോ ഒക്കെ ആണ് നമുക്ക് ചിലപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് വരിക. അപ്പോൾ അതിൽ റെസീറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ബാലൻസ് ആ പീരീഡിൻ്റെ സ്റ്റാർട്ടിംഗ് ഇപ്പോൾ ഏപ്രിൽ ഫസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഏപ്രിൽ ഫസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. റെസീറ്റ്സിലെ ക്യാഷ് സെയിൽസ്, റെസീറ്റ് ഫ്രം ഡെറ്റേഴ്സ് വരെ ഇൻട്രസ്റ്റ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ അത് എക്സ്പെക്റ്റഡ് ആണെങ്കിൽ ക്വസ്റ്റിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. പേയ്മെൻറ്റ്സിന് പ്രധാനമായിട്ട് ക്യാഷ് പർച്ചേസ്, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, അല്ലെങ്കിൽ വേജസ്, എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിനൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ലാഗ് അല്ലെങ്കിൽ ഡിലേ ഇൻ പേയ്മെൻറ്റ് എന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പീരീഡിനനുസരിച്ച് നമ്മൾ റെസീറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, പേയ്മെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ ഒരു മാസത്തെ എഴുതി മാസത്തെ നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആ മാസത്തെ ക്യാഷ് ബാലൻസ് കിട്ടും. ദെൻ അത് അടുത്ത ഓരോ മാസത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. അങ്ങനെ ക്യാഷ് ബഡ്ജറ്റ് തയ്യാറാക്കും. ഇതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ വരുന്നത്. ഓക്കെ, സോ അവസാനത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സിലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. ഇപ്പോൾ നേരത്തെ ബഡ്ജറ്റിലൂടെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു അതിൻ്റെ വേരിയൻസ് അനലൈസ് ചെയ്യാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്ത് അതിൻ്റെ വേരിയൻസ് അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ റെമീഡിയൽ മെഷേഴ്സ് ആക്ഷൻസ് എടുക്കുന്നു. സോ പീക്കോൺ ലെവലിൽ നമുക്ക് വേരിയൻസ് അനാലിസിസിൽ പ്രധാനമായിട്ട് കോസ്റ്റ് വേരിയൻസിൻ്റെ അനലൈസ് ചെയ്യൽ മാത്രമാണ് ചെയ്യുന്നത്. കോസ്റ്റ് വേരിയൻസ് പ്രധാനമായിട്ട് മെറ്റീരിയൽ വേരിയൻസസ്, ലേബർ വേരിയൻസസ്, ഓവർ ഹെഡ് വേരിയൻസസ്. പിന്നെ അതിൽ ഇൻകം സൈഡ് നോക്കുമ്പോൾ സെയിൽസ് വേരിയൻസസ് ഉണ്ട്, പ്രോഫിറ്റ് വേരിയൻസസ് ഉണ്ട്. അത് വേരിയൻസ് അനാലിസിസിൽ ഡെപ്തായിട്ട് നമുക്ക് സിലബസിൽ വരുന്നതാണ്. ബികോം സിലബസിൽ നമുക്ക് മെയിനായിട്ട് കോസ്റ്റ് വേരിയൻസിനെ മാത്രമാണ് അനലൈസ് ചെയ്യുന്നത്. അതിൽ തന്നെ മെറ്റീരിയൽ വേരിയൻസസിൽ പ്രധാനമായിട്ട് മെറ്റീരിയൽ വേരിയൻസിനെ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് MCV, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് MPV, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് MU. അതർ 2 മെറ്റീരിയൽ വേരിയൻസും കൂടി സാധാരണയായിട്ട് പറയാം. കെമിക്കൽ മിക്സുകളൊക്കെ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, അതുപോലെ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് സംഭവം അതിൽ വരുന്നുണ്ട്. അത് 2 അതിൽ കൂടുതലോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം വരുന്നത്. ലേബറിൽ അതുപോലെ തന്നെ ലേബർ വേരിയൻസിനെ ഡിവൈഡ് ചെയ്യുന്നത് ലേബർ കോസ്റ്റ് വേരിയൻസ്, ലേബർ റേറ്റ് വേരിയൻസ്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ലേബർ ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയുന്നത്. ഓവർഹെഡ് വേരിയൻസസിൽ പ്രധാനമായിട്ട് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസസ്, ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസസ്. വീണ്ടും ഒരു സബ്ഡിവിഷൻ ഉണ്ട്. വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്, വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്, വേരിയബിൾ ഓവർഹെഡ് വോളിയം വേരിയൻസ്. ഇതേപോലെ തന്നെ ഫിക്സഡ് ഓവർഹെഡിലും ഉണ്ട്. ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ്, ഫിക്സഡ് ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്, ഫിക്സഡ് ഓവർഹെഡ് കപ്പാസിറ്റി വേരിയൻസ്, ഫിക്സഡ് ഓവർഹെഡ് കലണ്ടർ വേരിയൻസ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് പ്രോബ്ലം സൈഡിലേക്ക് വരുമ്പോൾ സാധാരണയായിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ ഒന്നുകിൽ മെറ്റീരിയൽ വേരിയൻസസ് അല്ലെങ്കിൽ ലേബർ വേരിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വരാറുള്ളത്. കാൽക്കുലേറ്റ് മെറ്റീരിയൽ വേരിയൻസസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൽ 3 വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേബറിലും അതെ, നമുക്ക് ഒരു ഒറ്റ സ്കിൽഡ് ലേബറോ അല്ലെങ്കിൽ സെമി സ്കിൽഡോ അൺസ്കിൽഡ് ഒക്കെ ആയിട്ട് വേർതിരിച്ച് തരുമ്പോൾ മാത്രമാണ് അതിൽ ലേബർ മിക്സ് വേരിയൻസ്, ലേബർ ഈൽഡ് വേരിയൻസ് ഉണ്ട്. പക്ഷേ സാധാരണ ഒരു സിംഗിൾ ടൈപ്പുള്ള ലേബർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എങ്കിൽ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 4 ടൈപ്പുള്ള ലേബർ വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് സിമ്പിളാണ്. നമുക്ക് മെറ്റീരിയൽ വേരിയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലേബറിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മെറ്റീരിയലിൽ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയും പ്രൈസും. മെറ്റീരിയൽ 5 കിലോഗ്രാം യൂസ് ചെയ്യുന്നു, 1 കിലോഗ്രാമിൻ്റെ വില 10 രൂപയാണെങ്കിൽ 5 × 10 50 രൂപയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റും പ്രൈസും, കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി കിലോഗ്രാം മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു, എത്രയാണ് പ്രൈസ് മെറ്റീരിയലിൻ്റെ വെച്ചാൽ അത് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നതാണ് കോസ്റ്റ്. അപ്പോൾ ക്വാണ്ടിറ്റി പ്രൈസും നമ്മൾ ഇൻറ്റു ചെയ്താൽ കോസ്റ്റ് കിട്ടുന്നു. ലേബറിലാവുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലേബറിന് മണിക്കൂറിൽ കൊടുക്കുന്ന റേറ്റാണ്. അപ്പോൾ റേറ്റും ലേബർ വർക്ക് ചെയ്യുന്ന ടൈമും, അല്ലെങ്കിൽ ലേബറിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പകരം ടൈമും, പ്രൈസ് എന്ന് പറയുന്നത് പകരം അതിൻ്റെ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലേബർ വേരിയൻസ് ആയി. അപ്പോൾ ഓരോന്ന് പറയുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ അതിൽ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അതുപോലെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ പ്രൈസിലുള്ള വേരിയൻസ്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് സാധാരണ പ്രൈസിലുള്ള വേരിയൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് എടുക്കുന്നത്. അപ്പോൾ ആക്ച്വൽ ഉപയോഗിച്ച ക്വാണ്ടിറ്റി എത്രയാണോ അതേ ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. അപ്പോൾ MCV എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. MPV എന്ന് പറയുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റീനെയാണ് എടുക്കുന്നത്. അത് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ബ്രാക്കറ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. MUV എന്ന് പറയുന്നത് യൂസേജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീനെയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റീനെ ആണ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മളെടുത്ത് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതാണ് മെറ്റീരിയൽ വേരിയൻസസ് പറയുന്നത്. ലേബർ കോസ്റ്റ് വേരിയൻസ് ഇതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. വ്യത്യാസമുള്ളത് ക്വാണ്ടിറ്റി എന്നുള്ളതിന് പകരം അവിടെ ടൈമാണ്, പ്രൈസ് എന്നുള്ളതിന് പകരം അവിടെ റേറ്റാണ്. അപ്പോൾ റേറ്റ് വേരിയൻസ് പറയുമ്പോൾ അവിടെ MPV പോലെ തന്നെ റേറ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത്. സോ ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്.
ലേബർ എഫിഷ്യൻസി എന്ന് പറയുന്നത് യൂസേജ് വാരിയൻസ് പോലെയാണ്, ക്വാണ്ടിറ്റീനെയാണ്, ദാറ്റ് മീൻസ് ഇവിടെ ടൈമിനെയാണ് വാരിയൻസ് അനലൈസ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് നമ്മുടെ റേറ്റ് എടുക്കുമ്പോൾ റേറ്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ടൈമിനെ എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. അവിടെ ആക്ച്വൽ ടൈമിൽ ഇത്ര ടൈം നോട്ട് വർക്ക്ഡ് അല്ലെങ്കിൽ ഐഡിൽ ടൈം അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് അവേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ലേബർ ഐഡിൽ ടൈം വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇറ്റ് വിൽ ബി ഓൾവേസ് അൺഫേവറബിൾ, കാരണം ഐഡിൽ ടൈം എന്ന് പറയുമ്പോൾ അൺപ്രൊഡക്റ്റീവ് അവേഴ്സ്. അപ്പോൾ അവിടെയും സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു അവേഴ്സ് നോട്ട് വർക്ക്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ലേബർ ഐഡിൽ ടൈം വാരിയൻസ്. ദെൻ മെറ്റീരിയൽ വാരിയൻസും ലേബർ വാരിയൻസും ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓവർഹെഡ് വാരിയൻസിൽ വേരിയബിൾ ഓവർഹെഡ് വാരിയൻസ് ഉണ്ട്, ഫിക്സഡ് ഓവർഹെഡ് വാരിയൻസ് ഉണ്ട്. അതിൻ്റെ എക്സ്പെൻഡിച്ചർ, അതുപോലെ വോളിയം, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് വാരിയൻസ് ആണ് പ്രധാനമായിട്ട് 3 എലമെൻറ്റ് വരുന്നത്. പിന്നെ വോളിയത്തിൽ അതിൽ വീണ്ടും ഫർദർ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. ഫിക്സഡിലേക്ക് അതിൻ്റെ കപ്പാസിറ്റി, അതുപോലെ കലണ്ടർ വാരിയൻസ് കൊണ്ട് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വാരിയൻസ് അനാലിസിസ്.